ജെന്യുവനായിട്ട് ഒരു വീഡിയോയിൽ ആ വണ്ടിയെ കുറ്റം പറയും. പിറ്റേ മാസം തന്നെ അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് ആ വണ്ടിയുടെ പെയ്ഡ് റിവ്യൂ ഭയങ്കര പോസിറ്റീവായിട്ട് മാത്രം പറയുകയും ചെയ്യുമ്പം വ്യൂവേഴ്സിനെ പൊട്ടനാക്കുന്നല്ലേ എന്ന് എനിക്ക് ആ റിവ്യൂ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി. ഹലോ വെൽക്കം ബാക്ക് ടു മോട്ടോർ വേൾഡ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ ചൊവ്വ, ബുധൻ, വ്യാഴം, അതായത് ഈ 3 ദിവസങ്ങളിലാണ് നമ്മൾ കറക്റ്റായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുറച്ച് നാൾ കൊണ്ട് നമ്മൾ ഇച്ചിരി ആക്റ്റീവ് അല്ലായിരുന്നു. ബൈക്കിൻ്റെ റിവ്യൂസൊക്കെ കുറവായിരുന്നു. നമ്മൾ കാറെടുത്ത് അതിനകത്ത് കുറച്ച് പണിയൊക്കെ ചെയ്യുന്നതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. പിന്നെ അല്ലാതെ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് മഴ പൊതുവേ കുറവായിരുന്നു. എന്നിരുന്നാലും ചെറിയൊരു ചടപ്പുണ്ടായിരുന്നു. ഇനിയിപ്പം ബൈക്കിൻ്റെ റിവ്യൂസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. കാറിൻ്റെ റിവ്യൂസും ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ചെയ്യണം താല്പര്യമുള്ള വണ്ടികളുടെ ലിസ്റ്റും താഴെ കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ വണ്ടിക്ക് അത് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു തിരക്കിലായിരുന്നു. അപ്പം കാർ എടുത്തതിന് ശേഷം മൊത്തം യൂട്യൂബിൽ കാറിൻ്റെ ഫീഡ് മാത്രമാണ്, റിവ്യൂസും കാര്യങ്ങളും മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലും എല്ലാം നമ്മളത് ആ ഒരു ടേസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്യുന്നതുകൊണ്ടാകാം അൽഗോരിതം നമുക്ക് അങ്ങനെ സിഗ്നലും കാര്യങ്ങളൊക്കെ തരുന്നത്, കണ്ടൻറ്റ് തരുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈക്കിങ്ങിൽ നിന്നുള്ളൊരു ടച്ച് വിടുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴും പറയുന്നു, കാർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു പടി മുകളിൽ നമ്മൾ ബൈക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. കാറും ഇപ്പം നല്ല രീതിയിൽ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം ബൈക്കിൻ്റെ റിവ്യൂസ് അങ്ങനെ ഇപ്പം യൂട്യൂബിൽ അങ്ങനെ വളരെ കുറവായിട്ട് വരുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. ഈ അടുത്തിടയ്ക്ക് ഒരു റിവ്യൂ കാണാൻ ഇടയായി. നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ബഹുമാനിച്ചൊരു വ്യക്തിയുടെ ഒരു റിവ്യൂ ആണ് നമ്മൾ കണ്ടത്. ആ റിവ്യൂ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തു. വേറൊന്നുമല്ല, കാശ് കിട്ടുന്നതനുസരിച്ച് എന്താ പറയുക, ജെന്യൂനിറ്റി അല്ലെങ്കിൽ കാശ് കിട്ടുന്നതിനനുസരിച്ച് ഡുവൽ പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്ന കുറച്ച് യൂട്യൂബേഴ്സ് ആരാന്നൊന്നും ഞാൻ ഒരു ഹിൻഡ് ഞാൻ തരുന്നില്ല. ഞാനത് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതേ ഉള്ളൂ. കാരണം ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ഞാനും പൈസ മേടിച്ച് റിവ്യൂ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ ഒരു സമയം 2 വർത്തമാനം പറയാൻ ഞാൻ വളരെയധികം വിഷമിക്കുന്നു. അത് പറയാനൊരു എനിക്ക് ചെറിയൊരു എന്താ പറയുക ബുദ്ധിമുട്ട് എനിക്ക് എന്തായാലും ഫീൽ ചെയ്യും. കാര്യം ഒരു വശത്തും കൂടെ നമ്മൾ സാധാരണ പെയ്ഡ് റിവ്യൂ അല്ലാതെ വന്ന് ആ വണ്ടിയെപ്പറ്റി ജെന്യുവനായിട്ട് തന്നെ ആ വണ്ടിയെപ്പറ്റി റിവ്യൂ ചെയ്യും. അതിൻ്റെ പോരായ്മകളും ഇല്ലായ്മകളും എല്ലാം പറയും. പിന്നെ കാശ് കൊടുക്കുന്ന സമയത്ത് അതിനെപ്പറ്റി എന്താ പറയുക ഭയങ്കര ഒരു പൊക്കിപ്പറ സ്വാഭാവികമാണ്. പക്ഷേ കൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഉൾപ്പെടെയുള്ള ഏത് യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ടാലും നിങ്ങൾ ഒരു വണ്ടി കണ്ണടച്ചു പോയി വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. എൻ്റെ പല റിവ്യൂ വീഡിയോസിലും ഞാൻ പറയുന്നൊരു കാര്യമാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ പോയി വണ്ടി എടുക്കരുത്. റിവ്യൂ കാണണ്ടെന്ന് ഞാൻ പറയത്തില്ല, റിവ്യൂ കാണണം. റിവ്യൂ കാണുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ചാനലൊക്കെ നിലനിൽക്കുന്നത്. പക്ഷേ ഒരു വണ്ടിയെ പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു റിവ്യൂ കാണുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അത് കണ്ടിരിക്കണം. ഒരു വണ്ടി എന്താണെന്നൊക്കെ അറിഞ്ഞിരുന്നിട്ട് നമ്മൾ ആ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നമ്മുടെ ആ ഒരു കംഫർട്ടുമായിട്ട് യോജിച്ച് പോകുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ട് ശേഷം മാത്രമായിരിക്കണം നമ്മൾ വണ്ടി എടുക്കാൻ പാടുള്ളൂ. കാര്യം വേറൊന്നും കൊണ്ട് പറയുന്നതല്ല. ഇപ്പം നമ്മൾ ഒരാളുടെ റിവ്യൂ, പല ആൾക്കാരും ഞാൻ ഉൾപ്പെടെ പെയ്ഡ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഈ പെയ്ഡ് റിവ്യൂ ഒക്കെ ചെയ്തിട്ട് കമ്പനി പറയുന്ന കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ പൈസ കിട്ടത്തില്ല. അപ്പോൾ ജെന്യുവനായിട്ട് ഒരു വീഡിയോയിൽ ആ വണ്ടിയെ കുറ്റം പറയും. പിറ്റേ മാസം തന്നെ അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് ആ വണ്ടിയുടെ പെയ്ഡ് റിവ്യൂ ഭയങ്കര പോസിറ്റീവായിട്ട് മാത്രം പറയുകയും ചെയ്യുമ്പം വ്യൂവേഴ്സിനെ പൊട്ടനാക്കുന്നല്ലേ എന്ന് എനിക്ക് ആ റിവ്യൂ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി. എനിക്ക് എന്നോട് തന്നെ ഒരു റിയലൈസേഷൻ തോന്നി. എന്നെ താഴെ ഇനി കമൻ്റ് ഇട്ട് പൊങ്കാല നടത്തിയാൽ എനിക്ക് പ്രശ്നമില്ല. എനിക്ക് തോന്നിയ കാര്യങ്ങൾ എൻ്റെ ഓഡിയൻസിൻ്റെ അടുത്ത് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഞാനൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ ഫീൽഡിൽ നിങ്ങൾ തന്ന നെഗറ്റീവും പോസിറ്റീവും കൊണ്ടാണ്. അപ്പോൾ എനിക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് എൻ്റെ ഫോളോവേഴ്സിനോടും എന്നെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരോടും ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പെയ്ഡ് റിവ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെയ്ഡ് റിവ്യൂ എന്നുള്ള ഒരു ലേബലിലേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇനി പെയ്ഡ് റിവ്യൂ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല. പെയ്ഡ് റിവ്യൂ ചെയ്താലേ ഞങ്ങൾക്കൊക്കെ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. നിലനിൽക്കാനല്ല, വേറെ പണിക്ക് പോകേണ്ട വന്നാൽ വേറെ പണിക്കും, അത് വേറെ കാര്യം. ഇപ്പോഴും യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്. 3 മാസം ഇരിക്കുമ്പോൾ 10,000 രൂപ എല്ലാം കിട്ടും ഇപ്പോഴത്തെ സാഹചര്യം. പണ്ടൊക്കെ ജീവിച്ചിട്ടുണ്ട്.
ഇപ്പോൾ എനിക്ക് വണ്ടി കച്ചവടം കൊണ്ടാണ് ഞാൻ എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഒരു വരുമാന മാർഗ്ഗം അത് വിട്ട് കളയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പെയ്ഡ് പ്രൊമോഷൻ വന്നു കഴിഞ്ഞാൽ ചെയ്യും. അത് റമ്മി പോലുള്ള ബെറ്റിംഗ് ആപ്ലിക്കേഷനോ ഇനി 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യത്തില്ല. അത് ഒരുപാട് മെസ്സേജ് എനിക്ക് വന്നിട്ടുള്ളതാണ് ഓൾറെഡി 1x ബെറ്റിൻ്റെയൊക്കെ. അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. 1,00,000 രൂപ ഒന്ന് മനസ്സറിഞ്ഞൊന്ന് നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ ഏറിപ്പോയ ഒരു 5 മാസം അല്ലെങ്കിൽ ഒരു 2 മാസം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ചിലവാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതുകൊണ്ട് എത്രയോ ജീവിതങ്ങൾ തകരും എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതൊക്കെ 2021 ഒഴിവാക്കിയതാണ്. ആ വീഡിയോയും ഡിലീറ്റ് ചെയ്തു, എല്ലാം കളഞ്ഞു. കാര്യം അത് അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തതാണ്. അത് ഏറ്റു പറയാൻ ഒരു മടിയില്ല. അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് ഒന്നും ഞാൻ ചെയ്തിട്ടുമില്ല, ഇനിയൊട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. ബൈക്കിൻ്റെ പ്രൊമോഷൻസ് ഇനി അടുത്തതാണ്ട് കിയായിട്ട് ഒരു ബ്രാൻഡ് പ്രൊമോഷൻ വരുന്നുണ്ട് കാറിൻ്റെ. അതൊക്കെ ഞാൻ ചെയ്യും. അത് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. എന്നാൽ ഒരു ബ്രാൻഡ് ഇല്ലാത്ത കാര്യങ്ങൾ എന്താ പറയുക ചെയ്യാനായിട്ട് ഒരു ബ്രാൻഡും നമ്മുടെ അടുത്ത് പറയത്തില്ല. ഉദാഹരണത്തിന് എക്സ്പൾസുമായിട്ട് ഞാനൊരു ടൂറിങ് റിവ്യൂ ചെയ്തിട്ടേ എന്ന് ഹീറോ അടുത്ത് വെച്ചപ്പോൾ അവർ പറഞ്ഞു ടൂറിങ് റിവ്യൂ നമ്മൾ അതിനല്ല ഫോക്കസ് ചെയ്യുന്നത്, വണ്ടി ഒരു ഓഫ് റോഡറല്ലേ, ആ കൂടുതലും ഓഫ് റോഡിങ്ങിന് നിങ്ങൾ പ്രൊമോട്ട് ചെയ്താൽ മതി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഹീറോ. അപ്പം ബ്രാൻഡുകൾക്കും ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞാൽ മതി എന്നുള്ളൊരു ലെവലിലാണ് ഇന്നത്തെ സാഹചര്യം. പക്ഷേ ഒരിക്കലും ഞാൻ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യത്തില്ല. ഞാൻ പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാൻ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ ആണ് ചെയ്യുന്നത്, മാത്രമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുമ്പം അത് ആൾക്കാരെ സൈലൻ്റായിട്ട് പറ്റിക്കുന്ന ഒരു ഇടപാടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. വേറെ ആരെയും വ്യക്തിഹത്യ ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഒരു കാര്യം പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. കാരണം ആരുടെയും റിവ്യൂ കണ്ടിട്ട് പോയി ചാടി കയറി വണ്ടി എടുക്കരുത്. റിവ്യൂ ആരെ വേണേലും കണ്ടോ. നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് മലയാളത്തിൽ നല്ല നല്ല വ്ളോഗേഴ്സുണ്ട് ഇഷ്ടം പോലെ, എന്നെക്കാളും കഴിവുള്ള ഒത്തിരി വ്ളോഗേഴ്സ് ഓട്ടോമൊബൈലിൽ. നമ്മുടെ സ്റ്റൈല്, അരുൺ സ്മോക്കി, അതുപോലെ തന്നെ എത്രയോ ബൈക്കിൻ്റെ റിവ്യൂ ചെയ്യുന്ന പുതിയ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ട്രാക്ഷൻ പോറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെയൊക്കെ വീഡിയോസും നമ്മുടെയൊക്കെ കണ്ട് വണ്ടി എന്താണെന്ന് മനസ്സിലാക്കി ടെസ്റ്റ് ഡ്രൈവ് പോയി അടിക്കുക, എന്നിട്ട് മാത്രം പോയി വണ്ടി എടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ ഒരു വമ്പിച്ച നഷ്ടത്തിന് ആ വണ്ടി വിൽക്കേണ്ടതായിട്ട് വരും. അത് അനുഭവങ്ങൾ ഒരുപാട് ഈ സെക്കൻഡ് ഹാൻഡ് കച്ചവട ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് പറയുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഞാനങ്ങ് റിവ്യൂ പെയ്ഡ് പ്രൊമോഷൻ ജെന്യുവനായിട്ട് എൻ്റെ വ്യൂവേഴ്സിനെ ഞാൻ നോക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിനോടുള്ള താല്പര്യക്കുറവ്, ആ ബ്രാൻഡിനെ വലിച്ചു കീറാനും അതിൻ്റെ ലോഞ്ച് ഇവൻറ്റിന് വിളിച്ചില്ലെന്ന് പറഞ്ഞാൽ ആ ബ്രാൻഡിനെ വലിച്ചു കീറാനൊന്നും നിൽക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാ വണ്ടിയും ഒരുപോലെ സ്നേഹിക്കുക, കാണുന്ന ആൾക്കാരെ മണ്ടന്മാർക്കാരാതിരിക്കുക.